ഏറെ സ്നേഹമുള്ളവരെ, കാൽവരി യാഗത്തിന്റെ അനുസ്മരണം ഇതാ ഒരു ദുഃഖവെള്ളി കൂടി നമ്മെ സമീപിക്കുന്നു. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ ഇക്കുരിശിൽ മരിച്ചത്? 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയ, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. പെസഹ കുഞ്ഞാട് ഇതാ തിരുബലിയിൽ തന്റെ മുഴുവൻ രക്തവും ഒഴുക്കുകയാ ലോകപാപ പരിഹാരത്തിനായി. പ്രിയപ്പെട്ടവരെ, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്നറിഞ്ഞുകൊള്ളുക. പാപം പരിഹരിക്കപ്പെട്ടേ പറ്റൂ, എങ്കിൽ മാത്രമേ നാം സ്വർഗത്തിലെത്തൂ. പാപം ഉപേക്ഷിക്കാൻ ഈ ദുഃഖവെള്ളി നമ്മെ സഹായിക്കട്ടെ. ശീലങ്ങൾ മാറ്റാം, ദുശീലങ്ങൾ അകറ്റാം. ദൈവത്തിനു വേണ്ടി ഒരു യാഗമായി നമ്മുടെ ജീവിതം മാറ്റപ്പെടണ്ടേ? പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളി തരുന്ന പ്രധാന സന്ദേശവും ഇതുതന്നെയാ. നാം എല്ലാം സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള കുരിശു മരണങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുമ്പോൾ സകലത്തിന് മുമ്പിൽ പതറുകയല്ല, ക്രൂശിതനെ കണ്ടുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ ദൈവം അനുഗ്രഹം തരും. നമുക്ക് നമ്മെ തന്നെ യേശുവിന്റെ ബലിയോട് ചേർക്കാം. നമ്മുടെ ജീവിതം ബലി ജീവിതമാകട്ടെ. അങ്ങനെ കുരിശിലെ അസഹനം ഏറ്റെടുക്കുന്നതോടുകൂടി തുറന്നു തന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രത്യാശയുടെ സന്ദേശം കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രതീക്ഷിക്കാം നമ്മെ കാത്തിരിക്കുന്ന ഒരു ജീവിതം, നിത്യജീവിതം, ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ, ദുഃഖം ഇല്ലാത്ത ജീവിതം. അത് നമുക്ക് സ്വന്തമാക്കാൻ ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിക്കുന്നു. ആമേൻ.